ഭൂതത്താൻകെട്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ട് സവാരി മുടങ്ങിയിട്ട് നാളുകൾ. ആശങ്കയോടെ ബോട്ട് ഉടമകളും തൊഴിലാളികളും. ബോട്ട് സർവീസ് പുനരാരംഭിച്ചില്ല എങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ. ഭൂതത്താൻകെട്ടിലെത്തുന്ന സഞ്ചാരികളെ ഏറെയും ആകർഷിച്ചിരുന്നത് പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരിയായിരുന്നു. എന്നാൽ വിനോദസഞ്ചാരത്തിന്റെ പുതിയ സീസൺ തുടങ്ങി ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇവിടെ ബോട്ട് സവാരി മാത്രം തുടങ്ങിയിട്ടില്ല. മലനിരകളും വനവും ഉൾപ്പെടെയുള്ള പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനെത്തുന്ന യാത്രക്കാരുടെ വരവും ഇതോടെ കുറഞ്ഞു. പുതിയ സീസൺ പ്രതീക്ഷിച്ച് തങ്ങളുടെ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സജ്ജമാക്കിയിരുന്ന ബോട്ട് ഉടമകളും ഇതിലെ തൊഴിലാളികളും ഇപ്പോൾ പ്രതിസന്ധിയിലായി. ബോട്ട് സർവീസ് പുനരാരംഭിക്കുവാൻ ഇടപെടണമെന്ന് ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും ബോട്ട് ഉടമകൾ പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറുതും വലുതുമായ 10 ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. എത്രയും വേഗം ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ ഭൂതത്താൻകെട്ടിൽ സ്വീകരിച്ച് ബോട്ടുടമകളുടെയും തൊഴിലാളികളുടെയും പ്രദേശത്തെ വ്യാപാരികളുടെയും ആശങ്ക അകറ്റണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പയിൽ, ജയൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. സീസൺ ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ബോട്ട് സർവീസ് പുനരാരംഭിക്കാത്തത് മൂലം ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്നതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ 18 കിലോമീറ്റർ ദൂരം ബോട്ടിലൂടെ യാത്ര ചെയ്ത് നേര്യമംഗലത്തും ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും ഇടമലയാർ പുഴയുടെ തീരം വരെയുള്ള പ്രദേശങ്ങളുമൊക്കെ സഞ്ചരിച്ച് വളരെ സന്തോഷകരമായി തിരിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ടൂറിസത്തിൻ്റെ പകുതി സമയം പിന്നിടുമ്പോഴും ഇവിടെ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ബോട്ട് സർവീസ് ആരംഭിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ടൂറിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ 10 ബോട്ടുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. 5 വലിയ ബോട്ടുകളും 5 ചെറിയ ബോട്ടുകളും അടക്കം ഏത് ആളുകൾക്കും സൗകര്യപ്രദമായി യാത്രയാവുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രകൃതി രമണീയമായ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പുഴയും തീരങ്ങളുമുള്ള ഈ പ്രദേശത്ത് നിരവധിയായ ടൂറിസ്റ്റുകളാണ് ദിവസം പ്രതി വന്നുകൊണ്ടിരുന്നത്. KSRTCയുടെ ജംഗിൾ സർവീസിന് വേണ്ടി മാമലക്കണ്ടം മൂന്നാറടക്കം പോകുന്ന വാഹനങ്ങളും ഇവിടെ എത്തിച്ചേർന്ന ആളുകളെ ബോട്ട് സർവീസിന് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നിശ്ചലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോഴിക്കോടുള്ള FICD എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയാണ് 125 കോടി രൂപയ്ക്ക് കരാറെടുത്തുകൊണ്ട് ഇപ്പോൾ ഭൂതത്താൻകെട്ട് ടൂറിസം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് വളരെയേറെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ബോട്ട് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും FICD എന്ന കമ്പനി ഇതിന്റെ കരാർ ഏറ്റെടുത്തു എന്നുള്ള ശുഭസൂചനയാണ് ടൂറിസ്റ്റ് ഗൈഡ് റോയി എബ്രഹാം മീഡിയ സിസ്റ്റിയോടുള്ള പ്രതികരണത്തിൽ അറിയിച്ചത്. നമ്മുടെ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായി ഭൂതത്താൻകെട്ടിൽ ഞങ്ങളുടെ ബോട്ടുകളെല്ലാം വളരെ കേടുള്ളതെല്ലാം മാറ്റി കറക്റ്റ് എല്ലാം കംപ്ലീറ്റ് മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് റണ്ണിങ്ങിന് റെഡി ചെയ്ത ബോട്ടുകളാണ്. പക്ഷേ ഒന്നും ഈ പെർമിഷൻ കിട്ടാത്തതുകൊണ്ട്, കമ്പനി പെർമിഷൻ തരാത്തതുകൊണ്ട്, കമ്പനിയായിട്ട് ഞങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അടുത്തൊരു കഴിഞ്ഞ ദിവസം പറഞ്ഞ് പെർമിഷൻ ആയെന്ന് പറഞ്ഞു, അടുത്ത പെർമിഷൻ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് കഴിഞ്ഞ ആൾക്കാർ വരും കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും ചോദിച്ച് മടങ്ങി പോവുകയാണ്. ശരിക്കും ബോട്ടിങ്ങിനാണ് മെയിനായിട്ട് ഇവിടെ പോകുന്ന ആൾ വരുന്നത്. ഇതിപ്പോൾ ഒരു അടുത്തൊരു നവംബറിൽ തുടങ്ങുന്ന ബോട്ടിങ് തുടങ്ങേണ്ട, നവംബറിൽ ആരംഭിക്കേണ്ട. മാസം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ മാർച്ച് പരീക്ഷയായി, ഈ സീസൺ പോകുന്നതാണ് പറയാം. സീസൺ പോയി കഴിഞ്ഞ് ഇപ്പോൾ ഏപ്രിൽ മെയ് 2 മാസം കിട്ടും, ജൂണിൽ മഴയായി, പിന്നെ വീണ്ടും വെള്ളം പറ്റിക്കലായി. അപ്പോൾ അങ്ങനെ സീസൺ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും നിരക്ക് ജംഗിൾ സവാരിയുടെ ഇന്ന ആൾക്കാരെല്ലാം കട്ട് ചെയ്തിട്ടില്ല, ഈ റൂട്ട് മാറ്റി കളഞ്ഞു. അല്ല എല്ലാം കറക്റ്റ് എല്ലാം മെയിൻ്റനൻസ് എല്ലാം കിട്ടുകയാണ്, എല്ലാം ചെയ്യണം. ഏത് ദിവസം ഇറക്കാൻ പറ്റിട്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഓടുന്നു പറഞ്ഞു. സ്റ്റെബിലിറ്റി നോക്കാണ്ട് പിന്നെ അതിൻ്റെ ടാക്സിൻ്റെ കടക്കാണ്ട് കഴിഞ്ഞ സംഗതി ഓക്കെ അടുത്ത ആഴ്ച ഇറങ്ങുന്ന പ്രതീക്ഷിക്കുന്നു. അല്ല അങ്ങനെ കിട്ടുന്നതാണ് ഓർഡർ പൊട്ടി കിട്ടുകയാണ്. അങ്ങനെ സാർ പറഞ്ഞു ഞങ്ങളെ. അപ്പോൾ അത് കഴിഞ്ഞ ആൾ വരും. ഇത്രയും താമസം പിടിച്ചതിന് വളരെ ബുദ്ധിമുട്ടായി പോയി. കഴിഞ്ഞാൽ ഒത്തിരി ആൾ കണ്ടുപോകാൻ ആൾക്കാർ ടൂറിസ്റ്റിൽ കുറഞ്ഞു. ഞാൻ 25 വർഷമായി ഗൈഡായിട്ട് പോകണം, റോയി തന്നെ വരും. ഇത്ര വർഷം വീട് ഒത്തിരി ആൾക്ക് എല്ലാം വന്നവർക്കെല്ലാം ബോട്ടാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആരും ഒന്നും ബോട്ടില്ലാത്തതെല്ലാം മടങ്ങി പോകണം. പിന്നെ ആരും വരാൻ ഇഷ്ടപ്പെടുന്നില്ല. മീഡിയ സിസ്റ്റി കോതമംഗലം.